ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇമേജ് ഓപ്റ്റിമൈസേഷനെ കുറിച്ചാണ്. ഒരു ഇമേജിന്റെ ക്വാളിറ്റി കുറയാതെ തന്നെ ആ ഇമേജിന്റെ വെയിറ്റിനെ നമ്മൾ എങ്ങനെയാണ് റെഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഇമേജിന്റെ സൈസ് എങ്ങനെയാണ് നമ്മൾ റെഡ്യൂസ് ചെയ്യുന്ന കാര്യമാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതിനെ ഞാനൊരു ഒറിജിനൽ ഇമേജ് നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ദിസ് ഇസ് അവർ ഒറിജിനൽ ഇമേജ്. ആ ഇമേജിൽ ചെന്ന് പ്രോപ്പർട്ടിയിൽ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ടോട്ടലി ആ ഇമേജിന്റെ സൈസ് ഒന്ന് 424 KB ആണ്, 424 KB. ഓക്കെ, സോ ഇതിനെ നമ്മൾ എങ്ങനെ റെഡ്യൂസ് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ നോക്കാം. ഫസ്റ്റ് ആ പർട്ടിക്കുലർ ഇമേജിനെ നമ്മൾ അകത്ത് കൊണ്ടുവരാം. ഓക്കെ, സോ ദിസ് ഇസ് എ ഇമേജ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ജസ്റ്റ് ഇതിനെ അൺലോക്ക് ചെയ്തോളൂ ആൻഡ് ഡയറക്ട്ലി ഗോ ടു ഫയലിൽ ചെന്ന് ഇവിടെ നിങ്ങൾക്ക് എക്സ്പോർട്ട് ഉണ്ട്. ഈ എക്സ്പോർട്ടിൽ സേവ് ഫോർ വെബ് ഇത് വരും. ഇതിന് ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ നമ്മുടെ ഒറിജിനൽ ഇമേജ് ആൻഡ് അതിന്റെ സൈസ് റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന സൈസും നമുക്ക് കാണാൻ പറ്റും. ഇതിൽ നിങ്ങൾ 2 up or 4 up നിങ്ങൾ രണ്ടും ക്ലിക്ക് ചെയ്ത് നോക്കണം. 4 up ആകുമ്പോൾ 4 സൈസ് ഓഫ് ഇമേജസ് നമുക്ക് വരും. സോ ഇവിടെ നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്ത ഇമേജിന്റെ സൈസ് നമ്മൾ നോക്കാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ നോക്കിയതിന്റെ ആ ഒറിജിനൽ ഇമേജ് നമുക്കിവിടെ ഈ ഒറിജിനൽ ഇമേജിന്റെ സൈസും അതുപോലെ ഓപ്റ്റിമൈസ് ചെയ്ത് വരുമ്പോൾ അതിന്റെ സൈസും നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ ഇതിന്റെ ക്വാളിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്തോളാം. അതുപോലെ ചിലപ്പോൾ നമുക്ക് ഇമേജ് ഓപ്റ്റിമൈസ് ചെയ്യുമ്പോൾ അതിന്റെ ക്വാളിറ്റി കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന്റെ ക്വാളിറ്റി നമ്മൾ വേണമെങ്കിൽ ഇതിന്റെ ഇൻക്രീസ് നമുക്ക് ചെയ്യാൻ പറ്റും ഇവിടെ. ഓക്കെ, അതുപോലെ ഇവിടെ ജസ്റ്റ് ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ സൈസ് നോക്കണം. ഓപ്റ്റിമൈസ് ചെയ്യുമ്പോൾ അതിന്റെ സൈസ് നമുക്ക് നോക്കണം. സോ അതിന് ഏറ്റവും പോലെ നമുക്ക് ക്വാളിറ്റി നമുക്ക് റിഡ്യൂസ് ചെയ്യാം. സോ ആൾറെഡി നമുക്ക് 424 ഉണ്ടായിരുന്നു അല്ലേ. നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഇവിടെ നമുക്കൊരു 100 മതി. സോ അതിന് ഏറ്റതുപോലെ ആ ക്വാളിറ്റിയെ നമ്മൾ റെഡ്യൂസ് ചെയ്യാം ഇവിടെ. സോ 109 ഉള്ളൂ ഇവിടെ. ഓക്കെ, സോ അതുപോലെ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾ വിത്ത് ആൻഡ് ഹൈറ്റ് മാറ്റിക്കോളാം. ഇവിടെ ഞാൻ വിത്തും ഹൈറ്റും മാറ്റാൻ പോകുന്നില്ല. സോ സെയിം വിത്ത് ആൻഡ് ഹൈറ്റിൽ അതിന്റെ ക്വാളിറ്റി കുറയാതെ അതിന്റെ ഇമേജിനെ നമ്മൾ ഓപ്റ്റിമൈസ് ചെയ്യുന്നു. മീൻസ് ആ ഇമേജിന്റെ വെയിറ്റ് നമ്മൾ കുറയ്ക്കുകയാണ്. കാരണം നമ്മൾ ചില വെബ്സൈറ്റിന്റെ ലോഡിംഗ് സ്പീഡൊക്കെ ഇമേജിന്റെ ആ ഒരു വെയിറ്റേജ് കുറഞ്ഞാലേ വെബ്സൈറ്റിന്റെ ലോഡിംഗ് സ്പീഡ് നമുക്ക് കൂടുതലായിട്ട് കിട്ടത്തുള്ളൂ. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഇമേജ് ഓപ്റ്റിമൈസേഷൻ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ അത്രേ ഉള്ളൂ. ജസ്റ്റ് ഇവിടെ നമുക്ക് കാണാം. ജസ്റ്റ് ഇവിടെ നമ്മൾ മീഡിയ പോയെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ ക്വാളിറ്റി കൂടുന്നത് കാണാൻ പറ്റും. അതുപോലെ ഇവിടെയും വെയിറ്റ് കൂടുന്നത് കാണാൻ പറ്റും നമുക്ക്. സോ നമുക്ക് ഇവിടെ ലോ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ഏറ്റതുപോലുള്ള ക്വാളിറ്റി 10 ആണ്. സോ നമുക്ക് കിട്ടുന്നത് 108 ആണ്. ഓക്കെ, ഇതാണ് നമുക്ക് ആവശ്യം. സോ ഫൈൻ. സോ ഇപ്പോ ഞാൻ ഇതിനെ ജസ്റ്റ് ഞാൻ ഇവിടെ സേവ് ചെയ്യാം. സേവ് ചെയ്തിട്ട് ആ ഇമേജിനെ ഞാൻ ജസ്റ്റ് ഒരു ഫയൽ നെയിം കൊടുക്കുകയാണ്. ഫയൽ നെയിം കൊടുത്ത് ജസ്റ്റ് ഞാൻ ഇപ്പോൾ സേവ് ചെയ്യാണ് എന്റെ ഡെസ്ക്ടോപ്പിൽ. ഓക്കെ, ഇപ്പോ നമ്മൾ ഈ ഡെസ്ക്ടോപ്പിൽ ഇത് നമ്മുടെ ഒറിജിനൽ ഇമേജ് ഇതാണ് ഇരിക്കുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് നമ്മളിപ്പോ ചെയ്ത ഓപ്റ്റിമൈസേഷൻ റെഡ്യൂസ് ചെയ്ത ഇമേജ് ഇതാണ്. ഇപ്പോൾ ഒറിജിനൽ ഇമേജിന് ക്ലിക്ക് ചെയ്ത് നമുക്ക് നോക്കാം. അതിന്റെ പ്രോപ്പർട്ടിയിൽ ചെന്ന് അതിന്റെ വെയിറ്റ് 424 അല്ലെ. ഇപ്പോൾ ഓപ്റ്റിമൈസ് ചെയ്യുമ്പോൾ അതിന്റെ വെയിറ്റ് എത്രയാണുള്ളത് നോക്കാം. നൗ ദ വെയിറ്റ് ഇസ് ഓൺലി 108 ഉള്ളൂ. സോ സെയിം ടൈം അതിന്റെ ക്വാളിറ്റിയിൽ നമുക്ക് വേറെ ഏത് പ്രശ്നവും ഉണ്ടാവത്തില്ല. നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് നമ്മുടെ ഒറിജിനൽ ഇമേജ്. ഇപ്പൊ നമ്മൾ ഓപ്റ്റിമൈസ് ചെയ്ത ഇമേജ് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ ഓപ്റ്റിമൈസ് ചെയ്ത ഇമേജ്. ഓക്കെ, ബൈ, താങ്ക് യു.